സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സ്മിത മാർട്ടിൻ. ഇതെൻ്റെ മക്കൾ അനറ്റ്, ആഞ്ചലിൻ. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 സെപ്റ്റംബർ 28 തീയതിയാണ്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഇളയ മകൾ ആഞ്ചലിന് അവൾക്ക് മൂക്കിൽ ഒരു അസ്വസ്ഥതയുണ്ടായി. അവൾ എല്ലാ സമയത്തും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശക്തമായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ചീറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെവിയിലൊക്കെ ഭയങ്കര ഒരു പ്രഷർ വരുന്ന രീതിയിലായിരുന്നു ചീറ്റിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ പല ഡോക്ടർമാരെയും കാണിച്ചു. അപ്പോൾ ഡോക്ടർമാർ എൻഡോസ്കോപ്പി വരെ ചെയ്ത് നോക്കി. അപ്പോൾ ഡോക്ടർമാരൊക്കെ പറയും അവൾക്ക് യാതൊരു കുഴപ്പമില്ല, അവൾക്കത് തോന്നണതാണെന്ന് പറയും. അപ്പം ഞങ്ങൾ അവളോട് പറഞ്ഞു മോൾക്ക് തോന്നണതാണ്, മോൾ അങ്ങനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞെങ്കിലും അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് അങ്ങനെ ചീറ്റുമ്പോൾ ചെവിയിലേക്ക് വരെ പ്രഷർ വന്ന് അത് ചെവീനെ വരെ ബാധിക്കുന്ന രീതിയിലായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു നിയോഗം അതായിരുന്നു, എൻ്റെ മോളുടെ ഈ അസുഖം ഒന്ന് മാറ്റി തരണമെന്ന്. അപ്പോൾ അതിൽ ഒരു 4 വർഷത്തോളം ആയി അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടമ്പടിയിൽ വെച്ച് കഴിഞ്ഞ് ആ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് അവളുടെ ആ അസുഖം മാറിക്കിട്ടി. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ രണ്ടാമത്തെ മകൾ അനറ്റ് ഇതുപോലെ +2 നല്ല മാർക്കോടുകൂടി വിജയിച്ചു. പിന്നെ തുടർന്ന് അങ്ങോട്ട് ഏത് കോഴ്സ് എടുത്ത് പഠിക്കണം എന്ന് ഞങ്ങൾക്ക് ഒരു തീരുമാനത്തിലെത്താൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. ആൾ നന്നായിട്ട് പഠിക്കും. അപ്പം ഞങ്ങൾക്കൊന്ന് പുറത്ത് ഓസ്ട്രേലിയയിൽ വിട്ട് നഴ്സിംഗ് പഠിപ്പിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ഞങ്ങളോട് പറയും ആ കൊച്ച് നല്ലോണം പഠിക്കണതല്ലേ, എന്തിനാണ് ആ കൊച്ചിന് നഴ്സിങ്ങിന് പുറത്ത് വിട്ട് പഠിപ്പിക്കണേ, ഇവിടെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിപ്പിച്ചാൽ മതി എന്ന് പറയും. അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ അവൾക്കും പുറത്ത് പോയി നഴ്സിംഗ് പഠിക്കാൻ താല്പര്യമായിരുന്നു. ഞാനപ്പോൾ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പം ഞാൻ അവളെയും കൊണ്ട് ഇവിടെ വന്നു. മാതാവിനോട് പ്രത്യേകം അപേക്ഷിച്ച് ഞങ്ങൾ തീരുമാനിച്ചു ഓസ്ട്രേലിയയിലേക്ക് തന്നെ പോവാം നോക്കാമെന്ന് തീരുമാനിച്ചു. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് IELTS എഴുതുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അവൾ നന്നായിട്ട് പഠിക്കണ കാരണം തന്നെ IELTS എഴുതാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റത്തെ അറ്റംപ്റ്റിൽ IELTS എഴുതി. അപ്പോൾ ഓവറോള് 7.5 ഉണ്ടായി. പക്ഷേ ഓസ്ട്രേലിയയിൽ നഴ്സിങ്ങിന് പോകണമെങ്കിൽ ഇൻഡിവിജ്വൽ 7 വേണം. അപ്പോൾ അവൾക്ക് ഒരു മൊഡ്യൂളിന് മാത്രം 6.5 ആയി. അപ്പോൾ ഫസ്റ്റത്തെ അറ്റംപ്റ്റിൽ അവൾക്ക് അത് കിട്ടിയില്ല. അപ്പം ഞങ്ങൾക്ക് ആകെ വിഷമമായി. അപ്പോൾ അവളോട് പറഞ്ഞു കുഴപ്പമില്ല, ഒരെണ്ണത്തിൽ മാത്രമേ പോയുള്ളൂ, അപ്പോൾ അടുത്ത പ്രാവശ്യം നിനക്ക് എന്തായാലും കിട്ടും, നീ ഒരു പ്രാവശ്യം കൂടി എഴുതി നോക്കാൻ പറഞ്ഞു. അങ്ങനെ രണ്ടാമതും ഒന്നും കൂടി IELTS എഴുതി. അപ്പോഴും അവൾക്ക് അന്ന് വേറൊരു മൊഡ്യൂളിന് 6.5 ആയി. ഓവറോൾ 8% മാർക്കും കിട്ടി. അപ്പോഴും ഞങ്ങൾക്ക് ആകെ ഭയങ്കര വിഷമമായി. 2 പ്രാവശ്യം എഴുതിയിട്ടും എന്താണാവോ ഇനിയിപ്പോൾ ഞങ്ങളെടുത്ത തീരുമാനം തെറ്റിയാവോ എന്നായി ഒരു സംശയം. എന്നിട്ട് പിന്നെയും ഞാൻ അന്ന് നമുക്ക് ജോസഫ് അച്ഛനെ കണ്ടൊന്ന് സംസാരിച്ച് നോക്കാം, അച്ഛനെ കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം എന്ന് വിചാരിച്ച് ഞാൻ മോളെയും കൊണ്ട് ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു മോൾ ഉടമ്പടി എടുത്താൽ മാത്രം അച്ഛനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മോളോട് പറഞ്ഞു അന്ന് മോള് അവൾക്ക് ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി. മമ്മി ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുക്കാനായിട്ടുള്ള ടോക്കണൊക്കെ മേടിച്ച് ഇവൾ ഉടമ്പടി ക്ലാസ്സിന് പോയി. അപ്പം ഞാൻ അവിടെ അച്ഛനെ കാണുകൊടുത്ത് മോൾ ഉടമ്പടി എടുക്കാൻ പോയിട്ടുണ്ട്, എനിക്ക് അച്ഛനെ ഒന്ന് കാണാൻ പറ്റുമോ അത് കഴിഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു. അപ്പം ഞാൻ എന്തോ കാരണം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഞങ്ങളിങ്ങനെ 2 പ്രാവശ്യം IELTS എഴുതി, അതിൽ 2 പ്രാവശ്യവും ഫെയിലായി. അപ്പോൾ ഓസ്ട്രേലിയയിൽ പോകാനായിട്ട് IELTSനെ കൂടാതെ PT എന്ന് പറഞ്ഞ ഒരു എക്സാമും കൂടി ഉണ്ട്, അത് കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ അത് എഴുതാൻ മതിയോ അതോ IELTSനെ ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്ത് നോക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അച്ഛനോടൊരു തീരുമാനം ചോദിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങനെയുള്ള കേസിനൊന്നും അച്ഛനെ കാണാൻ പറ്റില്ല, നിങ്ങൾ ഏതാണ് എക്സാം നിങ്ങൾ എഴുതാനെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട് അതിൻ്റെ ഹോൾ ടിക്കറ്റുമായിട്ട് വന്നാൽ മാത്രമേ അച്ഛനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് മോള് ഉടമ്പടിയുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു അച്ഛനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞത് നമ്മൾ തന്നെ ഒരു തീരുമാനം എടുക്കണമെന്നാണ് പറഞ്ഞേ. അപ്പോൾ മോള് തന്നെ തീരുമാനിച്ചോ, മോൾക്ക് IELTS എഴുതണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി എഴുതി നോക്കിക്കോ, കുഴപ്പമില്ല, അതല്ല ഇനി മടുത്തു PT എഴുതിയാൽ മതിയെങ്കിൽ അത് എഴുതിക്കോ, എന്താണെന്ന് വിചാരിച്ചാൽ മോള് തന്നെ തീരുമാനിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഭയങ്കര പേടി, കാരണം ഓരോ എക്സാം എഴുതുമ്പോഴും ഒരുപാട് പൈസ നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അവൾ കാരണം ഇനിയും പൈസ നഷ്ടമാവുമെന്ന് കരുതിക്കൊണ്ട് അവൾക്കൊരു പേടി. അപ്പോൾ അവൾ പറഞ്ഞു ഇല്ല മമ്മി എന്താ പറയണതെന്ന് വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു.
അപ്പം അവളോട് ഞാൻ പറഞ്ഞു നിൻ്റെ ഇഷ്ടം എന്തായാലും കുഴപ്പമില്ല, പൈസ മോള് നോക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവൾക്ക് എന്നാലും ഒരു തീരുമാനം എടുക്കാനായിട്ട് ഭയങ്കര മടി. അപ്പം ആ സമയത്ത് അവൾ മാതാവിൻ്റെ പ്രദർശനത്തിന് വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങളിത് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം മാതാവിൻ്റെ പ്രദർശനം വെച്ചുകൊണ്ട് ഓരോ ഗ്രൂപ്പുകൾ ഇങ്ങനെ പോവുണ്ടായിരുന്നു. അപ്പം ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരുന്നു അന്ന്. അപ്പം എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നി, ഇപ്പം മാതാവിന് എന്താണോ താല്പര്യം, ഞങ്ങൾ IELTS എഴുതാനാണ് മാതാവിന് താല്പര്യമെങ്കിൽ മാതാവ് അത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മോളോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, അതനുസരിച്ച് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, എന്നിട്ട് മമ്മി വിചാരിച്ചത് മാതാവിനെ കിട്ടുകയാണെങ്കിൽ എഴുതാമെന്നാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ, ഞാൻ അതാണ് മനസ്സിൽ വിചാരിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ഞാനും അങ്ങനെ വിചാരിച്ചു, നമുക്ക് ഇനിയും IELTS എഴുതണമെന്നുണ്ടെങ്കിൽ മാതാവിനെ പിടിക്കാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് IELTS എഴുതാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് PTA എഴുതാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അന്ന് അങ്ങനെയെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ച് ഞാനിവിടെ പള്ളിയകത്ത് വന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അന്ന് ഓരോ ഗ്രൂപ്പിലും ഒരു 10-25 പേരുണ്ടായിരുന്നു. അപ്പോൾ ഈ 25 പേരിൽ നിന്ന് ഒരു നറുക്കിട്ടണ ഒരു മാതാവിനെ കിട്ടാമെന്ന് പറയണത് അത് മാതാവ് വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ ഞാനതിൻ്റെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാനിങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് മാതാവിനെ പിടിച്ചുകൊണ്ട് വരുന്നു. അത് മാതാവിൻ്റെ ഒരു വലിയ ഒരു സാക്ഷിയായിട്ട് എനിക്ക് തോന്നി. ഞങ്ങൾക്കൊരു ധൈര്യം പകർന്ന് തരുന്നത് പോലെ ഞാൻ തോന്നി. ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്ന് മാതാവിനെ അവളുടെ കയ്യിൽ നിന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മം കൊടുത്തുകൊണ്ട് ഞാനിവിടെ തന്നെ പള്ളിയകത്ത് വന്നിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ പിന്നെ അപ്പം തന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഈ IELTSന് എന്തായാലും ജയിച്ചു, ഇനിയിപ്പോൾ പരീക്ഷ എഴുതേ വേണ്ട, എന്നാൽ തന്നെ ഞങ്ങൾ ജയിച്ചു എന്ന് തന്നെ തീരുമാനിച്ച് ഞങ്ങൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരത്ത് ഇവിടെ നിന്ന് തന്നെ IELTSന് ഡേറ്റ് എടുക്കാൻ നോക്കി. വേഗം ഏജൻസിയിലേക്ക് വിളിച്ചു ചോദിച്ചു. അപ്പോൾ ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അടുത്തത് വരുന്നത് ഒരു 7 എന്ന് പറയുന്ന ഡേറ്റും 14 അങ്ങനെ 2 ഡേറ്റുകളാണ് വന്നെ. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി 7 ഡിസംബർ 7 എന്നുള്ളൊരു ഇതുണ്ടല്ലോ, അപ്പം നമുക്ക് 7 തന്നെ എടുക്കാമെന്ന് പറഞ്ഞ് 7 ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്കമാലിയിലാണ് ഞങ്ങളുടെ വീട്, അപ്പോൾ അങ്കമാലിയിൽ അതിന് എഴുതാൻ സൗകര്യമില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എറണാകുളത്ത് പോയി എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ പപ്പോട് വിളിച്ചു ചോദിച്ചപ്പോൾ പപ്പ പറഞ്ഞു കുഴപ്പമില്ല എറണാകുളത്ത് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 7-ാം തീയതി ഡേറ്റ് എടുത്തു. പിറ്റേ ദിവസം തന്നെ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റുമായിട്ട് വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ കാശ് രൂപമൊക്കെ കൊടുത്ത് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പോയി 7-ാം തീയതി പരീക്ഷ എഴുതി. പരീക്ഷ വന്നു കഴിഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു മമ്മിയെ ഈ 2 എക്സാം എഴുതിയേക്കണേലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്, ഞാൻ ഒന്നിലും ജയിക്കുമെന്ന് തോന്നണില്ല, എല്ലാ എക്സാമും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്കൊരു കുലുക്കവും തോന്നിയില്ല, കാരണം നമ്മൾ കേൾക്കുന്ന സാക്ഷ്യങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെയല്ല കേൾക്കണത്. ഏറ്റവും ബുദ്ധിമുട്ടായ എക്സാമിന് മാതാവ് ജയിപ്പിച്ചു എന്നല്ല കേൾക്കണത്. അപ്പം ഞാനിവൾക്ക് ധൈര്യം പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ടടി, ഇത്രയും വലിയ സാക്ഷ്യം മാതാവ് നമുക്ക് തന്നു കഴിഞ്ഞിട്ട് നീ ഒരിക്കലും തോൽക്കില്ല, നീ എന്തായാലും ജയിച്ചിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് 3ാമത്തെ എഴുതിയ IELTSൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ അവൾക്ക് അതുപോലെ തന്നെ അവൾ വിചാരിച്ചിരിക്കാത്ത ഒരു വിഷയത്തിന് 0.5 മാർക്കിന് അവൾ പിന്നെയും ഫെയിലായി. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ആകെ വിഷമമായിപ്പോയി, കാരണം ഭയങ്കര പ്രതീക്ഷയോടുകൂടി ഇരുന്ന് കഴിഞ്ഞിട്ട് അതും ഫെയിലായെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതെന്താണ് ഇനി മാതാവിന് ഇനി വേറെ എന്തെങ്കിലും ആയിരിക്കുമോ തീരുമാനം, നമ്മളുടെ തീരുമാനം തെറ്റായിപ്പോയോ, ഇനി വേറെ എന്തെങ്കിലും പഠിക്കാൻ നമ്മളെ വഴിതിരിച്ച് ഞാൻ അങ്ങനെയും കൂടി നിയോഗത്തിൽ വെച്ചേർന്നു. ഇനിയിപ്പോൾ നേഴ്സിങ്ങിന് പോണതല്ല വേറെ ഏതെങ്കിലും ആണ് അവളുടെ ഭാവി എന്നുണ്ടെങ്കിൽ അതും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇനി നമ്മളെ വേറൊരു വഴിക്ക് വിടണതാണാവോ എന്നൊക്കെ ഭയങ്കര ഒരു ടെൻഷനായി. അപ്പോൾ വിചാരിച്ചു എന്നാൽ ഇനി കുഴപ്പമില്ല, നമുക്ക് PTAയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഏജൻസിയിൽ പോയി. പിറ്റേ ദിവസം തന്നെ PTAയുടെ അഡ്മിഷന് വേണ്ടിയിട്ട് ചെന്നു. അപ്പോൾ അവിടുത്തെ 2 ടീച്ചേഴ്സ് ഞങ്ങളോട് പറഞ്ഞു മോള് 3 പ്രാവശ്യവും നല്ല സ്കോറുണ്ട് അവൾക്ക്, പക്ഷേ ഒരു മൊഡ്യൂളിന് മാത്രമല്ല ഇങ്ങനെ 0.5 പോകുന്നുള്ളൂ, അപ്പം നിങ്ങളൊരു കാര്യം ചെയ്തു നോക്ക്, റിവാലുവേഷന് കൊടുത്തു നോക്കാൻ പറഞ്ഞു. അപ്പോൾ അതുവരെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അങ്ങനെ റിവാലുവേഷന് കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു അങ്ങനെ കൊടുക്കാൻ പറ്റുമോ, അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു അത് ഞങ്ങൾ പറയാതിരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അതിനും നല്ലൊരു എമൗണ്ട് ആവും, ഏകദേശം ഈ IELTS എഴുതുന്ന അത്രയും തന്നെ ഫീ തന്നെ റിവാലുവേഷന് കൊടുക്കുകയാണെങ്കിലും വേണ്ടി വരും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞങ്ങൾ പറയാതിരുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇപ്പം നിങ്ങളുടെ സ്കോർ കൂടി കിട്ടുകയാണെങ്കിൽ ആ ഫണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരും, അതല്ല നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ഫണ്ട് പോവും, പിന്നെ വേറെ ഓപ്ഷനൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ PTA എഴുതിയാൽ മതിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ഹസ്ബൻഡിനോട് വിളിച്ചു ചോദിച്ചു ഇവരിങ്ങനെ ഒരു ഓപ്ഷൻ പറയുന്നുണ്ടെന്ന് പറഞ്ഞു.
അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, നീ ആ പൈസ പോയാലും കുഴപ്പമില്ല, നീ ഇപ്പം തന്നെ റിവാലുവേഷന് കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തോ, നമുക്ക് മാതാവ് അത്രം സാക്ഷ്യങ്ങൾ നമ്മളെ കാണിച്ചു തന്നതാണ്, അപ്പം നീ അവളെന്തായാലും ജയിക്കും, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവളെന്തായാലും ജയിച്ചിരിക്കും, നീ പൈസ ഒന്നും നോക്കണ്ട, റിവാലുവേഷന് കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റിവാലുവേഷന് കൊടുത്തു. അതിനുശേഷം PTA ക്ലാസ്സിന് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് റിവാലുവേഷന് കൊടുത്ത് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് പാസ്സായി. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഒരു സന്തോഷമായി. മാതാവിൻ്റെ ആ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അത് ഞങ്ങൾക്ക് സാധിച്ചതെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അവൾ എക്സാമിന് പോകുമ്പോൾ മാതാവിൻ്റെ കാശ് രൂപം കൊണ്ടുപോകും. അതുപോലെ തന്നെ ഉപ്പ് ഒരു പൊതിയിൽ പൊതിഞ്ഞ് അവൾ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോയി എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ അവൾ ആ പേപ്പറുമൊക്കെ ഉപ്പും കൊണ്ട് ഒരു കുരിശ് വരച്ചും കൊണ്ടൊക്കെയാണ് അവൾ എക്സാം എഴുതിയത്. അപ്പോൾ എല്ലാ നേർച്ച വസ്തുക്കളും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് അവൾക്ക് IELTS നല്ല സ്കോറോട് കൂടി തന്നെ വിജയിക്കാനും അതുപോലെ തന്നെ വിസ വരാനും കോളേജിൽ അഡ്മിഷൻ കിട്ടാനും ഒക്കെ ചെറിയ ബാങ്കിലെ ലോണിനും ഒക്കെ ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടായി. പക്ഷേ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ വർഷം വരെ ഡിസംബർ 22 ഇവരുടെ ഓസ്ട്രേലിയയുടെ വെക്കേഷൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ 22 ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അന്ന് വരെ ഞങ്ങളുടെ വിസ വന്നില്ല. പിന്നെ ഓരോ തടസ്സങ്ങൾ ഇങ്ങനെ അവർ ഓരോ പേപ്പറുകൾ ഇങ്ങനെ കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് 23 ആയി കഴിഞ്ഞപ്പോൾ അന്നത്തെ ഒരു ദിവസം കൂടി അവരുടെ ഹോളിഡേയ്സ് 24 തുടങ്ങുള്ളൂ, 23 ഒരു ദിവസം കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അന്നത്തെ ദിവസം ഞാനും മക്കളും ഹസ്ബൻഡും എല്ലാവരും കൂടി മുട്ടിപ്പായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഇന്ന് ഒരു ദിവസം കൂടിയേ ഉള്ളൂ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 2-3 ആഴ്ച അവർക്ക് വെക്കേഷനാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വിസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളും പെൻഡിങ് ആവും, ഓരോന്നിനും സമയം പിടിക്കും. അപ്പോൾ ജനുവരി 27 അവിടെ ഓറിയൻറ്റേഷൻ ക്ലാസ് തുടങ്ങും, അതിന് മുന്നേ പോവുകയും വേണം. അങ്ങനെ ഞങ്ങൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 23 ഓട്ടോഗ്രാൻഡായിട്ട് വിസ വെച്ച് 1 മിനിറ്റ് കൊണ്ട് തന്നെ മാതാവ് ഞങ്ങൾക്ക് വിസ തന്ന് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഇവളുടെ ഒരു ഫ്രണ്ടും ഇവളുടെ ഒപ്പം ഇവളുടെ സ്കൂളിൽ പഠിച്ചതാണ്. ഇവർ രണ്ടുപേരും കൂടിയാണ് പോകാനായിട്ട് ഒരുമിച്ച് ഇതിന് തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്ത്. അവർക്ക് നേരത്തെ വിസ കിട്ടിയിട്ടുണ്ടായിരുന്നു, അവർ ടിക്കറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അവൾ പോണ ആ ദിവസം തന്നെ ഒരു കൂട്ടായിട്ട് അവളുടെ കൂടെ പോകാൻ പറ്റണമെന്ന്. പക്ഷേ ഞങ്ങൾക്ക് ഈ വിസ കിട്ടി അപ്പം തന്നെ ഞങ്ങൾ വേഗം ടിക്കറ്റ് എടുക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അവൾ ബുക്ക് ചെയ്ത ഫ്ലൈറ്റിന് തന്നെ അവളുടെ ഒപ്പം തന്നെ പോകാനും അവൾ അക്കോമഡേഷൻ എടുത്ത ആ ഹോസ്റ്റലിൽ തന്നെ ഇവൾക്ക് അക്കോമഡേഷൻ കിട്ടാനും എല്ലാം അമ്മ വഴി സാധിച്ചു. അപ്പോൾ ഈ ജനുവരി 23 രാത്രി ഇവൾ പോവും. അങ്ങനെ ഞങ്ങൾ അനുഗ്രഹിച്ച മാതാവിനും ദേവകുമാരനും 1000 നന്ദി. എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാനും ഭർത്താവും കൂടി ഒരു ബിസിനസ് നടത്തുന്നുണ്ട്. ഞങ്ങൾക്കൊരു പാലിൻ്റെ ബിസിനസ്സാണ്, PDDP എന്ന് പറഞ്ഞൊരു പാലിൻ്റെ ബിസിനസ്സാണ്. അതിൽ ഈ എക്സ്പെൻസ് ഇങ്ങനെ കൂടി വരുന്നതനുസരിച്ച് ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് തടസ്സങ്ങൾ വന്നു. പല സമയത്തും ഇത് ഇവിടെ വെച്ച് നിർത്തിയാലോ ഭയങ്കര ടെൻഷനും കാര്യങ്ങളായിട്ട് ഒരു തരത്തിലും അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയിലൊക്കെ വന്നു. അപ്പം ഞാനിവിടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചേർന്നു, ബിസിനസ് തടസ്സങ്ങളൊന്നും കൂടാതെ കൊണ്ടുപോകാൻ സാധിക്കണമെന്ന്. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ബിസിനസ്സിന് ഇൻസെൻറ്റീവ് കൂടുതൽ കിട്ടുകയും ഞങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാനും സാധിക്കുന്നു. എൻ്റെ മൂത്ത മകള് ഇതുപോലെ തന്നെ +2 നല്ല മാർക്ക് കിട്ടാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നു. അവൾക്ക് നല്ല മാർക്ക് കിട്ടി, ഡിഗ്രിക്കും നല്ല മാർക്ക് കിട്ടി. ഡിഗ്രി കഴിഞ്ഞ് അവൾക്ക് നല്ലൊരു കമ്പനിയിൽ, ബാംഗ്ലൂർ നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്ത് അവളും സന്തോഷമായിട്ടിരിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ എനിക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ, ഞാൻ കൂടുതലും ഉടമ്പടി എടുത്തത് എൻ്റെ നിയോഗങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, പക്ഷേ ആ പ്രാർത്ഥിക്കുമെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകാൻ പറ്റുമ്പോഴൊക്കെ പോവും, അങ്ങനെ ഒരു രീതിയായിരുന്നു. പക്ഷെ എനിക്കത് കുറച്ചും കൂടി ആത്മീയമായിട്ട് വളരണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. അപ്പോൾ ഞാൻ കൂടുതലായിട്ടും ഈ കൃപാസനത്തിൽ വരാനും എൻ്റെ ഒരു ആഗ്രഹവും അതിൽ ചില നിബന്ധനകളുണ്ട്. കുമ്പസാരം, വിശുദ്ധ കുർബാന, അതുപോലെ തന്നെ ബൈബിൾ വായന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യനിഷ്ഠതയോടുകൂടി ചെയ്യണം എന്നുള്ളൊരു നിബന്ധനകളുള്ളത് കൊണ്ട് ഞാൻ കൂടുതലുമായിട്ടും ആത്മീയമായിട്ട് കുറച്ചും കൂടി ഒന്ന് അടുത്ത് ദൈവവുമായിട്ടും പരിശുദ്ധ അമ്മയുമായിട്ട് ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. അതെനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. എന്നോട് ദേഷ്യമുള്ളവരോടൊക്കെ ക്ഷമിക്കാനും അവരോട് നല്ല രീതിയിൽ പെരുമാറാനും ഒക്കെ എനിക്ക് സാധിക്കുന്നുണ്ട്. എല്ലാം പരിശുദ്ധ അമ്മ തന്ന ദാനമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാത്തിനും നന്ദി.
പിന്നെ പത്രം ഞാനിവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോയാൽ കൂടുതലും അടുത്തൊന്നും കൊടുക്കാതെ അകലങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി കൊടുക്കാറാണ് പതിവ്. പിന്നെ ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനും അനാഥാലയങ്ങളിലേക്ക് പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട്. രോഗികളെയൊക്കെ പോയി കാണാറുണ്ട്. അവരോട് കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞിരുന്ന് അവരെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇത്ര അനുഗ്രഹങ്ങളാണ് ദൈവം പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും ദൈവകുമാരനും 1000 നന്ദി.